തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ എത്തുമോ എന്നതിൽ ആകാംക്ഷ. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഇടപെടൽ ഫലം കാണുമോ എന്നാണ് പ്രതിപക്ഷം ഉറ്റുനോക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ മറുപടി നൽകാതെ സഭാ നടപടികളോട് സഹകരിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. FCRA ഭേദഗതി ബില്ല് അടുത്ത ആഴ്ച വരാനിരിക്കെ സഭാ നടപടികൾ സുഗമമാക്കാൻ പ്രതിപക്ഷവുമായി സർക്കാർ അനുനയ നീക്കങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് ആദിൽ. ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രി എപ്പോൾ എത്തും, വരുമോ എന്നുള്ളത്. ഇന്നലെയൊക്കെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെയാണ് ആവശ്യം ഉന്നയിച്ചത് എത്തണമെന്നുള്ളത്. അതിലാണ് രാജ്യസഭാ ചെയർമാന്റെ ഇടപെടൽ കാണുകയും അത്യന്തം നാടകീയമായിട്ടുള്ള രംഗങ്ങൾ കാണുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ആകാംക്ഷ അത് തന്നെയാണ്. അമിത്ഷാ എത്തുമോ? ഉറപ്പായും അത് വലിയൊരു ആകാംക്ഷയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ദില്ലിയിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അമിത്ഷാ പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പോലും എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബിൽ കൊണ്ടുവന്നപ്പോൾ, ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോഴും അതിന്റെ ചർച്ചയിലൊന്നും പ്രധാനമന്ത്രിയും അമിത്ഷായും ഉണ്ടായിരുന്നില്ല. സമാനമായി അമിത്ഷാ അവതരിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്ന പല ബില്ലുകളുടെ അവതരണത്തിലും അമിത്ഷാ അല്ല, സഹമന്ത്രിമാരാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അത് ചെയർ അംഗീകരിക്കുകയും രാജ്യസഭാ ചെയർമാൻ കൃത്യമായി അമിത്ഷായെ വിവരം ബോധിപ്പിക്കണം, പ്രതിപക്ഷത്തിന് ആഭ്യന്തരമന്ത്രി ഇവിടെ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് എന്ന കാര്യം അറിയിക്കണമെന്ന് കിരൺ റിജിജുവിനോട് പറയേണ്ട സാഹചര്യവും ഉണ്ടായത്. സ്വാഭാവികമായും അതൊരു കൃത്യമായ നടപടിക്രമത്തിന്റെ ഭാഗമായി പോകുമ്പോൾ ഇന്ന് അമിത്ഷാ രാജ്യസഭയിലോ ലോക്സഭയിലോ എത്തുമോ എന്ന കാര്യത്തിലാണ് ആകാംക്ഷയുള്ളത്. വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ച് ലോക്സഭയും രാജ്യസഭയും തുടങ്ങി ഈ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം പോലീസ് അതിക്രമങ്ങൾ ദില്ലിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിരുന്നു. ഇതിൽ അമിത്ഷാ ഒരു വിശദീകരണം നൽകണം, പ്രസ്താവന നൽകണം സഭയ്ക്കുള്ളിൽ എന്നതാണ് ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആവശ്യം അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് കടുപ്പിക്കുന്നു. സഭ സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, വലിയ തോതിൽ ബഹളമുണ്ടാകുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അമിത്ഷാ സഭയിലേക്ക് വരണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അറിയിക്കാനായി കിരൺ റിജിജുവിനോട് രാജ്യസഭാ ചെയർമാൻ പറയുകയും ചെയ്തത്. ഏതായാലും വരുമോ എന്ന കാര്യം ഇന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇതിനൊപ്പമാണ് FCRA ബിൽ ഉടൻ കൊണ്ടുവരും എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നത്. വരുന്ന 12-ാം തീയതി 13-നൊക്കെ പാർലമെന്റ് സമ്മേളനം അവസാനിക്കും. അതായത് അവസാനിക്കുന്ന സമയത്തായിരിക്കും ഈ ബില്ല് കൊണ്ടുവരിക എന്നതാണ്. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട സഭാ നേതാക്കളെ, ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളെ അമിത്ഷാ കണ്ടിരുന്നു. അപ്പോഴും ബില്ല് പിൻവലിക്കും എന്നൊരു സൂചനയോ ഉറപ്പോ അമിത്ഷാ നൽകിയിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. 12-ാം തീയതി ബില്ല് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു. ചർച്ചകളുണ്ടാകും, വലിയ തോതിൽ പ്രശ്നമുണ്ടാകും എന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്ന രൂപത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. ഏതായാലും പ്രതിപക്ഷത്തെ സഹകരണ മനോഭാവത്തോടുകൂടി കൊണ്ടുപോകാനുള്ള നീക്കം ഭരണപക്ഷം സജീവമാക്കി തുടരുകയുമാണ്.